ഇസ്രായേൽ ഹമാസിൻ്റെ പിന്തുണയുമായി ഏറ്റവും കൂടുതൽ അവർക്കൊപ്പമുള്ളവർ ഹൂത്തികളാണ്. ഇറാൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഹൂത്തികൾ ചെങ്കടലിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ, ആക്രമണങ്ങൾ നടത്തി വരികയാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പൽ, കാർഗോ കപ്പലുകളാവട്ടെ, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏതെങ്കിലും ബന്ധത്തിലുള്ള ഓണർഷിപ്പിലൊക്കെ ഉള്ള ഏതെങ്കിലും കപ്പലുകളാവട്ടെ, അവരെയൊക്കെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഒക്ടോബർ 7 ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഹൂത്തികൾ പ്രഖ്യാപിച്ചതാണ്. ഇത് ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ ഒരു വലിയ ഭീഷണിയാണെന്ന് അമേരിക്ക തന്നെ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഒരു ബഹുരാഷ്ട്ര നാവികസേന സഖ്യത്തെ രൂപീകരിച്ചിരിക്കുന്നു. അതിൽ നിലവിൽ 10 രാജ്യങ്ങളുണ്ട്. ബഹ്റൈനും അതിനകത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൂടിയുണ്ട്. അപ്പോൾ ഈ ബഹുരാഷ്ട്ര നാവികസേന ചെങ്കടലിൽ പട്രോളിങ്ങിന് ഒരുങ്ങുകയാണ്. ഹൂത്തികളെ ഏത് വിധേനയും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ഹൂത്തികളാവട്ടെ ഏത് സഖ്യസേന വന്നാലും ഞങ്ങൾ ഇതുവരെ തുടർന്ന് വന്നിരുന്നതെല്ലാം ഇനിയും കാണാം എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടതെന്ന് കൂടി നമ്മൾ സംസാരിക്കുകയാണ്. അവസാനം ഇത് യുദ്ധം നമ്മൾ ഒരു വിപുലമായ തലത്തിലേക്ക് പോകുന്നില്ല, കരയാക്രമണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് പക്ഷേ ഇതിൻ്റെ ഒരു തലം മാറുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് കുറേ കൂടി വ്യാപിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സൗദിയും ഇതിലേക്ക് വരണമെന്ന് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് വരുമെന്ന് തോന്നലുണ്ടാവും. ഈ ഹൂത്തികളുടെ ഇതുണ്ടല്ലോ, ഈ മാരിടൈം എംബാർഗോ എന്ന് പറയുന്ന ഈ സംഭവം, അതിന് ഒരുപാട് പലതരം ഡയമെൻഷൻസുള്ളൊരു സംഗതിയാണ്. ഒന്നാമത് അവരുടെ ഡിമാൻഡ്സ് എന്താണെന്നുള്ളതാണ്. അവരുടെ ഡിമാൻഡ്സ് പ്രധാനമായും ഒന്ന് ഗസക്കെതിരായുള്ള ആക്രമണം അവസാനിപ്പിക്കുക, ഗസക്കെതിരായുള്ള ഉപരോധം അവസാനിപ്പിക്കുക. ഇതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗസക്കെതിരായുള്ള ഉപരോധം എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മളെടുക്കുക 2007 പരിപാടിയാണ്. ഗസ എന്ന് പറയുന്ന 40 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആ പ്രദേശം, അതിൻ്റെ 2 ഭാഗം കര ഇസ്രായേലാണ് ഉപരോധിച്ചിരിക്കുന്നത്, ഒരു ഭാഗം ഈജിപ്റ്റാണ് ഉപരോധിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ, അവർക്കതിന് അധികാരമുണ്ടെന്ന് വിചാരിക്കുക. കാരണം അവരുടെ ഒരു ടെറിട്ടറിയിലേക്ക് ഞങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന് ഗസയിൽ കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ അവരുടെ അധികാരമാണ്. നിയമപരമായി അവർക്ക് അതിന് അധികാരമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഗസയുടെ ഒരു ഭാഗം കടലാണ്, മെഡിറ്ററേനിയൻ കടലാണ് എന്ന് പറഞ്ഞാൽ നിയമപരമായി അത് ഗസയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്. അപ്പോൾ ഒരാൾക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നിന്ന് ഗസയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിച്ച് ഗസയിലേക്ക് ചരക്കുകൾ കൊണ്ടുവരാനും ഗസയിൽ നിന്ന് ചരക്കുകൾ തിരിച്ചു കൊണ്ടുവരാനും അന്താരാഷ്ട്ര നിയമപ്രകാരം സാധിക്കും. അതിനെതിരെ അവിടെ ആരെങ്കിലും ഒരു ഉപരോധം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ ഗസക്കെതിരെയുള്ള ഉപരോധം നീക്കണം എന്ന് ശക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ, അവർക്ക് നിയമപരമായി ആ ഉപരോധം ലംഘിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ മെഡിറ്ററേനിയൻ കടലിലൂടെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ഗസയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിക്കുക, ഗസയിലേക്ക് വരാവുന്നേ ഉള്ളൂ. പക്ഷേ അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാവൽ ഫോഴ്സ് അവിടെയുണ്ട്, ഇസ്രായേലിൻ്റെ നാവൽ ഫോഴ്സ് അവിടെയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അവർ വെടിവെക്കും. മുമ്പ് 2010 അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ടർക്കിയിൽ നിന്ന് ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ്, അവർ കപ്പലുകളിൽ ചരക്കുകളുമായിട്ട് ഗസയിലേക്ക് പുറപ്പെടുന്നു. അതിലെ ഒരു കപ്പൽ, മാവി മർമര എന്ന് പറയുന്ന കപ്പൽ, ഇസ്രായേലി നാവൽ ഫോഴ്സ് അതിനകത്ത് കയറുന്നു, വെടിവെക്കുന്നു. 10 പേർ കൊല്ലപ്പെടുന്നു, 9 തുർക്കിക്കാർ, ഒരു അമേരിക്കക്കാരൻ. അതാണ് അതിൽ ഉണ്ടായ വലിയ അന്താരാഷ്ട്രത്തിൽ വലിയ സംഭവമായിരുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലൊക്കെ എത്തി. എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഇസ്രായേൽ നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഉപരോധത്തെ ലോകത്തെ ഏത് രാജ്യത്തിനും നിയമപരമായിട്ട് തന്നെ ലംഘിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ തടയുകയാണ്. ഓക്കെ, ഫൈൻ, ഞങ്ങളുടെ കപ്പൽ ഇസ്രായേൽ തടഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ പ്രദേശത്തുകൂടെ ഇസ്രായേലിൻ്റെ കപ്പലുകൾ അല്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ അവരുടെ സ്വാധീന മേഖലകളിലൂടെ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളെ ഗസയിലേക്കുള്ള ഞങ്ങളുടെ വഴി തടയുകയാണെങ്കിൽ നിങ്ങളുടെ കടൽ വഴികൾ ഞങ്ങളും തടയും എന്ന നിലപാട് ഈ പറയുന്ന അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് സ്വീകരിക്കാമെന്നുള്ളത് അന്ന് ചുരുങ്ങിയത്. പക്ഷെ അവരാരും അത് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഹൂത്തികളുടെ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഹൂത്തികൾ ആ ഒരു പോയിൻ്റാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഗസക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഞങ്ങളും ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതും എന്താണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഹൂത്തികളുടെ ഈ സംഗതി എന്തുകൊണ്ടാണ് അത് വലിയ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, ബാബിൽ മൻദിബ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സ്ട്രാറ്റജിക്കായുള്ള ഒരു സീ റൂട്ടാണ്. ലോകത്തെ സീബോൺ ട്രേഡിൻ്റെ 12% മനസ്സിലാക്കണം. ലോകത്ത് മൊത്തം കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ 12% കടന്നു പോകുന്നൊരു നാരോ സ്ട്രൈറ്റാണ്. അവിടെയാണ് അവർ
ചെക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്ധന നീക്കത്തിൻ്റെയും ഇന്ധന നീക്കത്തിൻ്റെയും 10-11% അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ അവർ ഞങ്ങൾ വിടില്ല എന്ന് പറയുമ്പോൾ അത് ലോകത്തെ തന്നെ അങ്ങോട്ട് ഞെട്ടിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അവിടെ അവർ ഇത് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം, ആഫ്രിക്ക ചുറ്റി പോകണം എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസമോ 19 ദിവസമോ എടുക്കും. അതുണ്ടാക്കുന്ന കോസ്റ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവർ പറയുക മാത്രമല്ല ചെയ്തത്, അവർ പിടിച്ചുകൊണ്ടുപോയി, കപ്പൽ പിടിച്ചുകൊണ്ടുപോയി. വേറെ കുറേ കപ്പലുകൾക്കെതിരെ ഡ്രോൺ അറ്റാക്ക് നടത്തി. നോക്കുക, ഇതിലെ കടന്നു പോകുന്ന നല്ലൊരു ശതമാനം വെസൽസ് എന്ന് പറയുന്നത് ഓയിൽ ടാങ്കറുകളാണ്, അല്ലെങ്കിൽ ഗ്യാസ് ടാങ്കറുകളാണ്. അതിലൊരു തീപിടുത്തം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു സംഗതി വന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാരിയേഴ്സ്, മാസക്, MST, ലോകത്ത് പ്രധാനപ്പെട്ട ഈ ചരക്ക് ഗതാഗതം നടത്തുന്ന കമ്പനികളെല്ലാം അവർ ഓപ്പറേഷൻസ് ഹോൾട്ട് ചെയ്തു. അപ്പോൾ ഇത് മൊത്തം ലോക എക്കണോമി, ഏറ്റവും പ്രധാനം യൂറോപ്പ്. കാരണം യൂറോപ്പും ഏഷ്യയും പാസഫിക് ഏരിയാസ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് കണക്ഷൻ റൂട്ടാണത്. യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓഫ് കോഴ്സ് ഇസ്രായേലിനെ ബാധിക്കുന്നു. ഇസ്രായേൽ എലിയറ്റ് പോർട്ട് ഓൾമോസ്റ്റ് ഡിസ്ഫങ്ഷണലായി കഴിഞ്ഞു. അത് ഈ പറഞ്ഞ ഒരു ലോകത്തെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അമേരിക്ക അതിനകത്ത് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം എത്രയാണെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന എന്താണ് ജോയിൻറ്റ് നാവൽ ഫോഴ്സ് ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജല്ല, ഒരു പേരൊക്കെ അതിന് എന്തോ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട്, പ്രോസ്പെരിറ്റി ഗാർഡിയൻ. ഈ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയാം, ഇതിലുണ്ടാക്കിയുള്ള ഇത് ഫങ്ഷനിലാവണമല്ലോ, വർക്ക് വിജയിക്കണമെങ്കിൽ എന്താണ്, ആ റീജിയനിലെ രാജ്യങ്ങൾ ആവശ്യമാണ്. ആ റീജിയനിലെ രാജ്യങ്ങൾ ആരും ഇല്ല എന്നുള്ളതാണ്. UK, ഇറ്റലി, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, കാനഡ, US, സ്പെയിൻ, ഇവരൊക്കെ ചേർന്നാണ് ചെയ്യുന്നത്. ആ റീജിയനിലെ 2 രാജ്യങ്ങൾ അത് ശ്രദ്ധിക്കണം. ഒന്ന് സീഷെൽസ് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുഞ്ഞു രാജ്യം, 10,000 അവിടുത്തെ ജനസംഖ്യ, ഒരു കുഞ്ഞു രാജ്യമാണ്. പിന്നുള്ളത് ബഹ്റൈൻ അതിൽ ചേരാൻ നിർബന്ധമാണ്. കാരണം അമേരിക്കയുടെ 5th ഫ്ലീറ്റിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ സെൻട്രൽ കമാൻഡ് എടുക്കുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈൻ കേന്ദ്രീകരിച്ചാണ് ആ റീജിയനിൽ അമേരിക്കയുടെ നാവൽ എക്സസൈസ് എല്ലാം നടക്കുന്നത്. ബഹ്റൈൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തന്നെ, ഈ എക്സസൈസ് തന്നെ ഇല്ലയെന്നാണ്. പക്ഷേ സൗദിയെ അവർക്ക് കിട്ടിയിട്ടില്ല, UAE കിട്ടിയില്ല. ഇതിലേറ്റവും നഷ്ടം വരുന്ന മറ്റൊരു രാജ്യം ഈജിപ്താണ്. കാരണം ഈ റൂട്ട് അടക്കപ്പെടുന്നതോടുകൂടി സൂയസ് കനാലിലൂടെ ട്രാഫിക് ഇല്ലാതാവാണ്. ഈജിപ്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താണ്? സൂയസ് കനാലിലെ ചുങ്കാണ്. സൂയസ് കനാലിലൂടെ ഈ ഞായറാഴ്ച മാത്രം സൂയസ് കനാലിൻ്റെ ഒരു സ്പോക്സ്മാൻ ഒരു ദിവസം മാത്രം 550 വെസൽസാണ് റീറൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ എക്കണോമി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നിട്ടും അവർ ചേർന്നില്ല. സൗദി ഹൂത്തികളുമായിട്ട് 2015 മുതൽ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ്. UAE 2015 മുതൽ ഹൂത്തികളുമായി യുദ്ധം ചെയ്യുന്ന രാജ്യമാണ്. അവരൊന്നും ചേരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇത് ഗസക്ക് വേണ്ടി നടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പാണ്. അതിനെതിരായി ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, തിരിച്ചടികളെക്കുറിച്ച് ഈ രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് സൗദി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ഹൂത്തികളുമായിട്ട് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അവർ അങ്ങേയറ്റം ഭയക്കുന്നുണ്ട്. കാരണം അങ്ങനെ കോൺഫ്രണ്ടേഷൻ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യം സൗദിയോടെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ ചെയ്യുന്നത്. അത് ഇങ്ങനെ ഒരു ജോയിൻറ്റ് നാവൽ കമാൻഡ് ഫോഴ്സ് ഉണ്ടാക്കിയതുകൊണ്ടൊന്നും അതിനെ മറികടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹൂത്തികളുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ചെങ്കടലിനെ ഒരു ഗ്രേ വേയാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. അത്ര എളുപ്പം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇതിൻ്റെ പരിഹാരം ഒന്നേ ഉള്ളൂ, ഫലസ്തീനുകളുടെ രാഷ്ട്രീയ പ്രശ്നം, അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, ആ ജനതയ്ക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ആ മനുഷ്യർക്ക് മേൽ നടത്തുന്ന 2007 മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഉപരോധം അവസാനിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ പരിഹാരം. അത് എളുപ്പമുള്ളൊരു പരിഹാരമാണ്. നിഷാദ്, നമ്മൾ ഈ ഹൂത്തികളെന്ന് മുമ്പ് കേട്ടപ്പോഴേ ഒരു ലോക്കൽ, ഇപ്പോൾ ഈ ലോക്കൽ തോക്കുകളും ബോംബുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കൽ സായുധ സംഘം എന്നുള്ളതായി നമ്മൾ വിജയിച്ചു. ഇതിപ്പോൾ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചൊരു കപ്പലിൻ്റെ മുകളിലേക്ക് വന്ന് പറന്നിറങ്ങുന്നത്, സീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കാണുകയാണ്. അപ്പോൾ ചില്ലറക്കാരല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടൽ, ഈ ഒരു സഖ്യസേനയും ഹൂത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് ഈ ഒരു വലിയ വൈപുല്യമുള്ള
പുതിയ ഡയമെൻഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു തോന്നലുണ്ടോ? നോക്കൂ സൈഫു, ഹൂത്തികൾ ഇപ്പോഴും ഈ സഖ്യസേനയോടോ അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഏറ്റുമുട്ടാൻ ശേഷിയുള്ള വലിയൊരു സേനയൊന്നുമല്ല. അവർക്ക് പരമാവധി അവർ അവകാശപ്പെടുന്ന 1,00,000 പേർക്ക് അവരുടെ കയ്യിലുണ്ട്, ആയുധങ്ങളുണ്ട്, ചില കോപ്റ്ററുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷേ നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ അവരുമായി ഒരു ഏറ്റുമുട്ടലിന് വിഘാതമുണ്ടാക്കും വിധത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ടല്ലോ, അവർ മുന്നോട്ട് വെക്കുന്ന കോഴ്സ്, അതിന് അവരുടെ കയ്യിലുള്ള സൈനിക ശക്തിയേക്കാളും പവറുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് അവരോട് മുട്ടാൻ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് കിട്ടേണ്ടിയിരുന്ന സഖ്യരാഷ്ട്രങ്ങളെ ഇപ്പോൾ മേഖലയിൽ നിന്ന് കിട്ടാത്തത്. സൗദി അറേബ്യ കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഈജിപ്തിന് വലിയ ലോസ് ഉണ്ടാകുന്നുണ്ട്, ഈജിപ്തിന് ന്യായമായും കിട്ടണമെന്ന് കിട്ടുമെന്ന് ഇപ്പോഴും വിചാരിക്കുന്നൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കിട്ടില്ല. ഹൂത്തികളെ ആക്രമിക്കാനുള്ള ഏതെങ്കിലും ഒരു സഖ്യത്തിൽ അണിചേർന്നിട്ട് പിന്നെ ഒരു ഭരണകൂടത്തിന് നിൽക്കാൻ കഴിയാത്ത വിധമുള്ള വലിയ വൈകാരിക വേലിയേറ്റം ഗസയ്ക്ക് അനുകൂലമായി ആ മേഖലയിൽ എമ്പാടും ഉണ്ട്. അപ്പോൾ അതാണ് ഹൂത്തികളുടെ പവർ. അല്ലാതെ അവരുടെ കയ്യിലുള്ള ചോപ്പറുകളല്ല, അവരുടെ കയ്യിലുള്ള ഗണ്ണുകളുമല്ല, മറിച്ച് അവരുടെ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ആ നിലയ്ക്കുള്ള ശേഷിയുണ്ട്. നമുക്ക് ഈ ഗസ വാർ ഇപ്പോൾ 2 മാസവും പിന്നിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ബോംബുകൾ ഉപയോഗിച്ച് ഗസക്കാരെ കൊല്ലുന്നു. ഗസക്കാരുടെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മാത്രം ഒരു പ്രശ്നമാണ്. മറ്റാർക്കും അതിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സീസ് ഫയർ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് മടങ്ങുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? അതിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നത് ഹൂത്തികളാണ്. കാരണം എന്താണ്? ഇത് മറ്റുള്ള മനുഷ്യരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, മറ്റ് സുരക്ഷിത രാഷ്ട്രങ്ങളെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം അവരുടെ കൊമേഴ്സ്യൽ ഓപ്പറേഷനെ ബാധിക്കുന്നു, അവരുടെ ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു, അവരുടെ അതിജീവനത്തെ ബാധിക്കുന്ന തരത്തിൽ, അവരുടെ റവന്യൂവിനെ ബാധിക്കുന്ന തരത്തിൽ ഗസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ രൂപം മാറിയിരിക്കുന്നു. ആ രൂപം മാറ്റിയതാരാണ്? അത് ഹൂത്തികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് പോകാൻ അമേരിക്ക നിർബന്ധിതമാകുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ 2 പടുകൂറ്റൻ പടക്കപ്പലുകൾ സകല ഒരു യുദ്ധം തന്നെ തുടങ്ങാൻ വേണ്ടി വന്നാൽ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള സകല സന്നാഹങ്ങളുമായിട്ട് മേഖലയിൽ അമേരിക്കയുടെ 2 കപ്പലുകളുണ്ടല്ലോ. എന്താണ് ഹൂത്തികൾക്കെതിരായിട്ട് അമേരിക്ക ഓപ്പറേഷനിലേക്ക് കടക്കാത്തത്? അങ്ങനെ കടക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അങ്ങനെ കടന്നാൽ അതൊരു മഹായുദ്ധത്തിൽ കലാശിക്കുകയും അത് വല്ലാത്ത അലമ്പായി മാറുകയും ചെയ്യും. അമേരിക്ക അങ്ങനെ ഒരു എക്സ്റ്റൻഷനെ ആഗ്രഹിക്കുന്നതേയില്ല. തുടക്കം മുതൽ തന്നെ അമേരിക്ക ചെയ്യുന്നത് എന്താണ്? ഇറാനെ പ്രകോപിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം വലുതാകൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തിൻ്റെ വഴിയിലൂടെ എങ്ങനെയെങ്കിലും പരിഹരിക്കാം. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യയെ കിട്ടണം, ഈജിപ്തിനെ കിട്ടണം, അവരുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഈ കനാൽ കുറച്ചുകൂടി ഈ വേ ഒരു വർഷം 10,000-17,000 കപ്പലുകൾ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വേ വേണം സുരക്ഷിതമാക്കാൻ കഴിയും. പക്ഷേ അതിന് ലോക്കൽ സപ്പോർട്ടില്ല. രണ്ടാമത്തേത് അമേരിക്കയ്ക്ക് ഇതിൻ്റെ പിന്നാലെ പോകാമെന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഇപ്പോൾ കപ്പലെടുത്തതിൻ്റെ പിന്നാലെ ഓടാൻ കഴിയില്ല. കാരണം അവർ ഓൾറെഡി എൻഗേജാണ് അവരുടെ കപ്പലുകൾ. ഇസ്രായേൽ ഓൾറെഡി ഒരു വാർ ഫ്രണ്ടിലാണ്. അവർക്ക് ഇതിലൂടെ പോകാൻ കഴിയില്ല. അവസാനത്തെ മാർഗ്ഗം എന്താണ്? 3 ഓപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഓപ്ഷൻ ഒരു ധാരണ ഉണ്ടാക്കുക എന്നതാണ്. ആ ധാരണ ഉണ്ടാക്കലല്ലാതെ സൗദി അറേബ്യ നേരത്തെ പറഞ്ഞ സൗദി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ ആയിട്ട് വേറെ തരം വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. ഒന്നാമത്തെ അത്. രണ്ടാമത്തെ അറബ് സ്ട്രീറ്റിൻ്റെ വികാരം വേറെയാണ്. സോ സൗദി അറേബ്യയ്ക്ക് ഹൂത്തികളുമായിട്ട് ദീർഘകാലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനകത്ത് ഹൂത്തികൾക്കെതിരെ നിൽക്കുന്നതിന് പ്രയാസമുള്ള രാജ്യമാണ്. ഈജിപ്തിന് ഒട്ടുമേ പറ്റില്ല. സോ ഇതിനകത്ത് ആ സാധ്യമായൊരു പരിഹാരം നേരത്തെ പറഞ്ഞ പോലെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാരത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുക, ഹൂത്തികളെ പിൻവലിപ്പിക്കുക. ഒപ്പം ഇപ്പോഴത്തെ ഒരു ഗുരുതരമായ സാഹചര്യത്തിലെങ്കിലും ഗസയ്ക്ക് ആവശ്യമുള്ള സഹായങ്ങൾ കടൽ വഴി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വേ ഓപ്പൺ ചെയ്യുക എന്നതടക്കമുള്ള പരിഹാരത്തിലേക്ക് പോകാതെ കയ്യിലുള്ള തോക്കും ബോംബും എടുത്ത് ഹൂത്തികളെ തീർത്ത് കളയാമെന്ന് തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വലുതായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അമേരിക്ക പരമാവധി ആളെ കൂട്ടി ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ബഹുരാഷ്ട്ര സഖ്യം, സൈനിക സഖ്യം, ഒരു സുരക്ഷാ സഖ്യം, ഒരു ഗാർഡിയൻ ടീം ഉണ്ടാക്കി എന്നിടത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൂത്തികൾ വളരെ കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്നാണ്. ഞങ്ങളിതിനെ ശവപ്പറമ്പാക്കാൻ പോകണമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞാൽ കപ്പലുകൾ പിടിച്ചടക്കുക, കപ്പലുകൾ ആക്രമിക്കുക എന്നത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഈ എണ്ണയുമായി പോകുന്ന കപ്പലായാലും അല്ലെങ്കിൽ ഗ്യാസുമായി പോകുന്ന കപ്പലൊക്കെ അത്രയും ഇൻഫ്ലെയിമബിളാണ്. അപ്പോൾ അത് ഇവർക്കും അറിയാം. സോ അതുകൊണ്ട് ഇതൊരു ഭയങ്കര ഒരു സങ്കീർണമായ സാഹചര്യമാണ്. അതിനെ സൈനിക ശക്തി കൊണ്ട് മറികടക്കാൻ കഴിയില്ല. മറികടക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ വികാസം വേറെ പല വഴിക്കായിരിക്കും. അപ്പോൾ ഹൂത്തി എന്ന ഭീഷണി അത്ര ചെറുതല്ല എന്ന യാഥാർത്ഥ്യം അമേരിക്ക ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള വെപ്പണിനേക്കാൾ വലുതാണ് ഗസയ്ക്കുള്ള നീതി എന്നുള്ള കോസ്. അതുകൊണ്ട് ഏതർത്ഥത്തിലായിരിക്കും ഈ കടൽ വഴിയുള്ള യുദ്ധം വ്യാപിക്കുക എന്ന് നമ്മൾ കണ്ടറിയുക തന്നെ വേണം. എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും ഇരിക്കാം.